കാണുന്ന ടൈപ്പ് കോമഡിയും ഡാർക്ക് കോമഡിയും ഹിസ്റ്ററിയൊക്കെ ആയിട്ടുള്ളത് പുതിയൊരു സംവിധായകൻ ശ്രീരാജ്. എവിടെ ശ്രീരാജ്? ഫസ്റ്റ് ഷോപ്പ് കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പോൾ നല്ല റെസ്പോൺസ് ഉണ്ട്. ഇപ്പം നമ്മൾ അടുത്ത 10 തിയേറ്ററിലൊക്കെ പോയാണെന്ന് വിശ്വസിക്കുന്നത്. വളരെ സന്തോഷം. ഒരുപാട് കാലത്തെ ഒരു കാത്തിരിപ്പാട് ദിവസം. വളരെ സന്തോഷം. ആ ക്യാരക്ടർ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് എക്സൈറ്റഡ് ആയിരുന്നു. സ്ഥിരം പോലീസുകാരനല്ല, വേറെ ടൈപ്പ് പോലീസുകാരനല്ല. സൗഭിക്ക് വേറെ പൊളിയായിരുന്നു. എല്ലാവരും പുതിയ രീതിയിലുള്ള ഈ കാലിനൊക്കെ പ്രശ്നമുള്ള രീതിയിൽ അഭിനയിക്കാനായിട്ടൊരു അറിയില്ല. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ല. താങ്ക് യു. ഫൈറ്റ് 3-4 ദിവസം ഉണ്ടായിരുന്നു. പക്ഷേ ഫൈറ്റിന് മുന്നേ ഒരു 2 ദിവസം ഞങ്ങൾ അതിൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ സാധാരണ പോലെ നമ്മൾ കുറേ കട്ടുകൾ എടുത്തിട്ട് പോകുന്ന ഫൈറ്റല്ല. കണ്ടു മനസ്സിലാവും. തുടങ്ങിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ തീർത്തങ്ങ് പോകുന്ന പരിപാടിയായിട്ടാണ്. ഒരു പ്രാവശ്യം കണ്ട് അതിൻ്റെ കട്ടുകൾ അത്രയ്ക്കും ലെങ്തി ആയിട്ടുള്ള അപ്പം ഒരു പകൽ സമയത്ത് നല്ല ചൂടുള്ള സമയത്താണ്. എന്തായാലും ഇഞ്ചുറി നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. അതിൻ്റെ കുറേ ഫോട്ടോസൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. കാരണം ആ ഇഞ്ചുറി പറ്റുമ്പോൾ നമ്മൾ കൂടുതലും ഇപ്പോൾ അതിൽ ഫൈറ്റ് എൻ്റെ ദേഹത്ത് അടിക്കുന്ന ആ സീനുകളും അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഫീൽ ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഞാൻ അങ്ങനെ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഫൈറ്റ് മാസ്റ്ററോട് പറയും കുറച്ചും കൂടി റിയലിസ്റ്റിക് ആവാൻ കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. കുറച്ച് ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ പറ്റും. പക്ഷെ അതൊരു സുഖം. നമുക്ക് റിസൾട്ട് ഇതുപോലെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുറേ കുറച്ചുകൂടി ഫേക്ക് ചെയ്ത പോലെ തോന്നും. നേരിട്ട് നമുക്ക് എങ്ങനെയുള്ള മൂവീസൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചും കൂടി നമുക്ക് ഫീൽ ചെയ്യും. ഇതിൽ ഡയലോഗ് ചില ഡയലോഗുകൾ ശരി അല്ലേ, അത് മനസ്സിലാവാനായിട്ട് ചില പെൻസിൽ പിടിക്കുന്നൊക്കെ ഉള്ള ഒരു നമ്മുടെ ശ്രീരാജിന്റെ നാട് തൃശ്ശൂരിലെ ഭാഗങ്ങളിലുള്ള ഒരു ടൈപ്പ് ക്യാരക്ടറാണ്. അപ്പോൾ ആ ഒരു സംഭവത്തിന് വേണ്ടി എങ്ങനെയാ സംസാരിക്കുക, അവിടെയുള്ള ഒരു ഏത് ടൈപ്പ് ഒരു വേറൊരു ഭാഷയും കൂടി ഉണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ വലിയ പാടാണ്. ഞാൻ തന്നെ ചോദിക്കും അതിൻ്റെ അർത്ഥം എന്താണ്. പക്ഷെ അങ്ങനെയുള്ളൊരു ഇതാണ്. അപ്പോൾ ഞാനത് ശരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട് 1-2-3 നമ്മളെ തൃശ്ശൂരുള്ള നമ്മുടെ ഫ്രണ്ട്സിനടുത്തൊക്കെ പോയിട്ട് ഞാൻ അതിന് കുറേ ദിവസങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഇതുണ്ട്. കാരണം അത് നമ്മൾക്ക് അറിയാത്തൊരു സ്ലാങ്ങാണ്. ഞാൻ മലബാറിൽ വരുന്ന ഇതാണ്. നേരിട്ട് കാണുന്നതിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്കാണല്ലോ പടത്തിൽ. അപ്പോൾ അതിനെക്കുറിച്ച് മേക്കപ്പ് നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു നല്ല രീതിയിലാക്കി തന്നിട്ടുണ്ടായിരുന്നു ക്യാരക്ടറിൽ വേണ്ടിയിട്ടുള്ളത്. അതൊരു 70% ക്യാരക്ടറിൽ പോയിട്ട് ബാക്കി എനിക്ക് 30% അഭിനയിച്ചാൽ മതിയായിരുന്നു. താങ്ക് യു. എന്താ പറയാനുള്ളത്? എന്താണ് കൂടുതൽ പടത്തിൽ വർക്കായിട്ട് തോന്നുന്നത്? എന്താ കൂടുതൽ സിനിമയിൽ വർക്കായിട്ട് തോന്നിയിട്ടുള്ളത്? ഇഷ്ടപ്പെട്ടത് എന്താണ്? ഇഷ്ടപ്പെട്ടത് ഹ്യൂമർ. നമ്മൾ സീരിയസ് സിറ്റുവേഷനിലാണെങ്കിലും ഹ്യൂമറിന് വർക്ക്ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. അതുപോലെ സൂപ്പറായി ചെയ്തിട്ടുണ്ട്. സോ അത് നല്ല കാര്യമാണ്. ബേസിലിൻ്റെ ഒരു ഡിഫറൻറ്റ് ക്യാരക്ടറാണല്ലോ, അതിനെക്കുറിച്ച് എന്താ പറയുക? അത് നന്നായി ചെയ്തിട്ടുണ്ട്. ആളുടെയൊക്കെ പിന്നെ ഏത് ക്യാരക്ടറും ആൾ സൂപ്പറായി ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് സീൻ സൂപ്പറാണ്. എനിക്ക് തോന്നുന്നു കൊമ്പൻ ബാബുവിൻ്റെ 2 ഫൈറ്റൊക്കെ ഉണ്ട്. സ്പെഷ്യലി ഒരു ഷാപ്പിൽ ഒരു ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. സൂപ്പറാണ്. സസ്പെൻസ് ഡാർക്ക് ഹ്യൂമർ ടൈപ്പ് ഓഫ് മൂവിയാണ്. അതായത് കോമഡി ഉണ്ട് പ്ലസ് ത്രില്ലർ ഉണ്ട്. അതിൻ്റെ ഒരു കോമ്പിനേഷനിലാണ് ഇത് ഭയങ്കര രസമായിട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ക്യാരക്ടേഴ്സ് എല്ലാവരും അങ്ങനെ ഒരു മീറ്ററിലാണ് ആ സാധനം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര രസമായിട്ട് ബേസിൽ ഭയങ്കര രസമാണ്. അതായത് ഇതുവരെ ബേസിൽ ചെയ്യാത്ത ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറൈസേഷൻ ആ സാധനത്തിനുണ്ട്. അപ്പോൾ അത് നമുക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. കാണുക ഫ്രഷായിട്ട് ബേസിൽ വേറെ രീതിയിൽ കാണുക എന്ന് പറയുന്നത് ഭയങ്കര രസം. 2025 കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് കണ്ടവരാണ് പറയേണ്ടത്. നമ്മളൊക്കെ അതിൽ അഭിനയിച്ച ആൾക്കാരല്ലേ. വളരെ സന്തോഷം. വളരെ ത്രില്ലായിരുന്നു. ഈ പറഞ്ഞ പോലെ നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ പോലും പല സംഗതികളും നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ സിനിമ കണ്ടപ്പോഴാണ് അതിൻ്റെ ശരിയായിട്ടുള്ളൊരു ഫീല് കിട്ടിയത്. 100% ഹാപ്പിയാണ്.
ഒരു പുള്ളിയാണ്. എന്തായാലും ഒരു കുറച്ച് നാളുകൾക്ക് ശേഷം ഡിഫറൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഈ അടുത്തിറങ്ങുന്ന കുറച്ച് സിനിമകളിൽ നിന്ന് ഇത്തിരി ചേഞ്ച് ആയിട്ടുള്ളൊരു പഴയകാലത്ത് ഉണ്ടായിട്ടുള്ള സിനിമ ഒരുപാട് അങ്ങനെയുള്ള വർക്കുകളുള്ളൊരു ഭരതേട്ടൻ്റെ ഒക്കെ ടച്ച് പല സ്ഥലത്തും ചില സീനുകളിലൊക്കെ നമുക്ക് തോന്നി. അവർ വടക്കാഞ്ചേരിക്കാരനായതുകൊണ്ട് അങ്ങനെ പറയാനാണ്. അപ്പം എല്ലാം മിക്സ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. അത്യാവശ്യം നല്ല ഹ്യൂമറും നല്ല ഫൈറ്റും ഉണ്ട്. പിന്നെ കൊണ്ടുപോയിട്ടായിരുന്നു പെട്ടെന്ന് സിനിമയിലേക്ക് വന്നപ്പോൾ ഇങ്ങനെ ഡിഫറൻസ് സിനിമയിൽ ഇതിനു മുമ്പ് ചെറിയൊരു വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഒരു അന്വേഷണ പുരുഷൻ്റെ പടത്തിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയൊരു ഭാഗ്യമാണ്. ശ്രീരാജാണ് അങ്ങനെയാണ് വിളിച്ച് വന്നത്. ചെറിയതാണെങ്കിലും നല്ലൊരു വേഷം ചെയ്യാൻ പറ്റി. ഒരു സന്തോഷം, ഒരു ഭാഗമാക്കാൻ പറ്റി. അഭിനയം ചക്രവർത്തിക്കാരുടെ കൂടെയാണ് അഭിനയിച്ചത്. ബേസിലേക്ക് കൂടെ വർക്ക് ചെയ്യാൻ ഭാഗ്യമാണ്. ഫാമിലിയായിട്ട് നിന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ വേണ്ടി സംസാരിച്ചതാണ്. സൗമിക്കയുടെ വ്യത്യസ്തമായിട്ട് ഇതുവരെ ചെയ്യാത്ത രീതിയിൽ സൗമിക്ക ഭയങ്കര രസമായിട്ടുള്ള അഭിനയമാണ്. പിന്നെ എല്ലാവരും ഇൻവെസ്റ്റിഗേഷനാണോ സസ്പെൻസാണോ ത്രില്ലറാണോ എൻ്റെ ഫാമിലി സുഹൃത്തുക്കളൊക്കെ എന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊന്നുമല്ല, വേറെ സംഭവമാണ്. എല്ലാവരും ഫാമിലിയായിട്ട് വന്ന് കാണണം. പ്രണയവും സൗഹൃദവും ബന്ധങ്ങളും സസ്പെൻസും ഒരു പോലീസ് ക്യാരക്ടറായിട്ട് ബേസിലായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ സിനിമ എല്ലാവരും വന്ന് കാണണം. ഇതൊരു പടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റിയ ഭാഗ്യമായിരിക്കും. ബേസിലായിട്ട് കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഭയങ്കര വൺപോട്ടായിട്ട് സീനായിരുന്നു. പേര് ചോദിക്കുന്നത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത സീൻസാണ്. അങ്ങനത്തെ അഭിനയിച്ചുകൊണ്ട് എനിക്ക് അങ്ങനെ നമുക്ക് നേരത്തെ അതിൻ്റെ ഭാഗമായിട്ട്